നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അജയ, നീ പറഞ്ഞ പോലൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നീ പറഞ്ഞ ഓട്ടോയിൽ തന്നെ കയറ്റിവിട്ടു. എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അല്ല, ഇനി അവൾക്ക് വല്ല സംശയവും തോന്നി ഓട്ടോയിൽ നിന്ന് ചാടോ? അവൾ എങ്ങോട്ടും പോയില്ല. അവക്ക് ഞാൻ മയങ്ങാനുള്ള ജ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഓഹോ, ആ പറയുന്ന പോലെ ഞാൻ അണ്ണാനെ മരം കയറ്റം പഠിപ്പിക്കണ്ടല്ലോ. ആ അല്ലേലും മയക്കുമരുന്ന് ജ്യൂസ് സ്പെഷ്യലിസ്റ്റ് ആണല്ലോ ചേച്ചി. നീ പറഞ്ഞ കാര്യം അതേപോലെ ഞാൻ സാധിച്ചു തന്നു. ഇനി നീ പറഞ്ഞ വാക്ക് പാലിക്കണം. എവിടെ ഡോക്യുമെന്റ്സ് ഒക്കെ? ചേച്ചിയുടെ ജോലിയൊക്കെ തീർന്ന സ്ഥിതിക്ക് ചേച്ചി നേരെ നെല്ലിച്ചെടിയിലേക്ക് വിട്ടോ. അവിടെ എത്തുന്നതിന് മുമ്പേ കയ്യില് ഡോക്യുമെന്റ്സ് കിട്ടിയിരിക്കും. ഉറപ്പാണല്ലോ. എന്റെ അനിയത്തിയുടെ ജീവിത ഞാൻ ഇതിന് പകരമായിട്ട് നിനക്ക് തന്നിട്ടുള്ളത്. അത് നീ മറക്കരുത്. അവളെ ഞാൻ പൊന്നുപോലെ നോക്കും. ചേച്ചി ധൈര്യമായിട്ട് വെക്കും. ആ പിന്നെ അപ്പൊ ചേച്ചി സമയം കിട്ടുമ്പോ വരണം. വന്ന് എന്നെയും എന്റെ പെണ്ണിനെയും ഒന്ന് അനുഗ്രഹിക്കണം. ഹലോ, നിങ്ങളെവിടെ? ചേട്ടാ വേഗം പോ. ആ നിർത്ത് നിർത്ത്. ചേട്ടാ വണ്ടി നിർത്തിക്കേ. ആരാ നിങ്ങളൊക്കെ? ആരാ ആരാ? ചേട്ടാ വണ്ടി എടുക്ക്. ആരാ നിങ്ങളൊക്കെ? ആരാ? ഇതെവിടെ? ഇത് ഹലോ 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 കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ടോ? ആ എടുത്ത് പറഞ്ഞോ, കേക്കാം. അതെ, അവന്തിക അമ്പലത്തിൽ നിന്ന് ഒരു ഓട്ടോയിൽ അനഘയെ കയറ്റി വിട്ടു. വഴിന്ന് 2 സ്ത്രീകളും ആ ഓട്ടോയിൽ കയറി. ഞാനിതാ അവരുടെ പുറകെ പൊക്കോണ്ടിരിക്കുക. വീട്ടിലേക്കല്ല അവര് പോകുന്നത്. എങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയില്ല. എടുത്തി ഞാനും സജ്ജനും കൂടി അങ്ങോട്ട് വരാം. ആ ശരി, ഞാനീ ഇവരെവിടേക്കാ ചെല്ലുന്നെന്ന് നോക്കിയിട്ട് വിളിക്കാം. ഓക്കെ? ആ ശരി എടുത്തി. ആ ശരി ശരി ശരി. ചേട്ടാ ഒന്ന് വേഗം പോ. സച്ചേട്ടാ, ആകെ കുഴപ്പമായി. എന്താ? അനഘയും ഒരു ഓട്ടോയിൽ 2-3 പേര് വന്ന് തട്ടിക്കൊണ്ടു പോയെന്ന്. അവന്തി എടുത്തിയായിട്ട് അമ്പലത്തിൽ പോയതാ അവള്. എടുത്തി അമ്പലത്തിൽ നിന്ന് ഓട്ടോയിൽ കയറ്റി വിട്ടുന്ന്. വഴിയില് വേറെ 2 സ്ത്രീകൾ കയറി. വേറെ ഏതോ വഴിയിലൂടെ അവര് പോകുന്നെന്ന്. എനിക്ക് ഉറപ്പാ സച്ചേട്ടാ, ഇത് ആ അജയന്റെ പണിയാ.
അവന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷിക്കണം. താൻ ടെൻഷൻ ആവണ്ട, നമുക്ക് നോക്കാം. അനഘയ്ക്ക് എന്ത് പറ്റിയാലും ഇവർക്കെന്താ? ഇവിടുന്ന് ആരും അവളുടെ കാര്യത്തിന് പോകണ്ട. നിങ്ങൾ എല്ലാവരും കൂടി എവിടേക്കാ? നീ എന്തിനാ ഞങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നേ? മാറ്, ഞങ്ങൾക്കൊരു അത്യാവശ്യത്തിന് പുറത്തു പോകാനുണ്ട്. എനിക്കറിയാം നിങ്ങളുടെ അത്യാവശ്യം എന്താണെന്ന്. അനഘയുടെ കാര്യത്തിന് എന്റെ ചേച്ചിയും എന്റെ ഭർത്താവും പോകുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ഇവിടുന്ന് ആരെയും വിടുകയില്ല. നീ എന്തൊക്കെ ഭ്രാന്തായി വിളിച്ചു പറയുന്നേ? നീ ഒന്ന് മാറിക്കേ. ഞാൻ വിടില്ല എന്ന് പറഞ്ഞ വിടില്ല, അത്ര തന്നെ. അതിലെ നിന്റെ വാശിയും വൈരാഗ്യം തീർക്കാനുള്ള സമയമല്ല ഇത്. നീ മാറ്, മാറ്. ചേച്ചി എത്ര പറഞ്ഞാലും എത്ര ബലം പ്രയോഗിച്ചാലും ഞാൻ മാറാൻ പോകുന്നില്ല. അതിരെ പ്ലീസ്, എന്തുണ്ടെങ്കിലും നമുക്ക് വന്നിട്ട് പരിഹരിക്കാം. സമയം പാഴാകും തോറും അപകടമാണ്, അത് മനസ്സിലാക്ക്. അതിരെ മാറങ്ങോട്ട്. സന്ദീപേ, അതിരെ മാറ്. എവിടെയാ പോകുന്നെ? സന്ദീപ്, ചേച്ചി, എഴുതി മോളെ, സന്ദീപ് എവിടെയാ പോകുന്നേ? അവളുടെ കാര്യത്തിന് സന്ദീപ് പോകണ്ട. ഏറ്റവും എഴുതി പൊയ്ക്കോ, ഞാനങ്ങ് വന്നേക്കാം. എഴുതി പൊയ്ക്കോ. ഏട്ടാ പോ. ചേട്ടാ, എന്താ അതിന് ഇതിന്റെ പ്രശ്നം? ഇത് തന്നെ എന്റെ പ്രശ്നം. അനഘയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അറിഞ്ഞ അപ്പോഴേക്ക് സന്ദീപൻ എന്താ ഇത്ര ധൃതി? നിന്റെ ആരാ അവള്? നീ ഇപ്പൊ ഒരിടത്തും പോകുന്നില്ല. ഞാൻ അതിന് സമ്മതിക്കയില്ല. പോ. എനിക്ക് പോയേ പറ്റൂ. എന്താ കാര്യം അറിയാതെ നീ ഓരോന്ന് പറയുന്നത്. ഞാൻ വന്നിട്ട് വിശദമായി എല്ലാം പറയാം. നീ അതുവരെ ഒന്ന് സമാധാനപ്പെട്. ആ, നീ പോയിക്കോ. എന്നിട്ട് അവളോടൊപ്പം ജീവിച്ചാ മതി. എന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ കൊണ്ട് ഞാൻ അങ്ങ് മാറി തന്നേക്കാം. നീ അവള് സുഖമായിട്ട് ജീവിച്ചോ. ഇനി ഇതുപോലത്തെ വർത്തമാനം എന്നോട് പറഞ്ഞ ഇത് ഞാൻ നിനക്ക് കുറച്ച് മുന്നേ തരേണ്ടതായിരുന്നു. ഇതെന്തിനാണ് തന്നെന്ന് ഞാൻ വന്നിട്ട് പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.